നമ്മുടെ അടുത്തുള്ള എല്ലാ അനുഗ്രഹങ്ങളും അവ ഓരോന്നിനെ കുറിച്ച് പരിശോധിച്ചാലും അതിൻ്റെ ഉടമസ്ഥത നമുക്കല്ല എന്ന് നമുക്ക് ബോധ്യമാകും. നമ്മൾ അനുഭവിക്കുന്ന വായു, അതിൻ്റെ ഉടമസ്ഥത നമുക്കാണോ? നമ്മളാണോ നമുക്ക് ശ്വസിക്കാൻ ആവശ്യമായ വായുവിനെ ഇവിടെ സംവിധാനിച്ചത്? നാം ആണോ നമുക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളത്തെ ഇവിടെ സംവിധാനിച്ചത്? ജുമ പറയുമ്പോൾ നമ്മൾ സംസാരിക്കരുത്. സംസാരിച്ചാൽ ജുമയുടെ പൂർണ്ണ പ്രതിഫലം നഷ്ടപ്പെടും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നാം കുടിക്കുന്ന വെള്ളമാകട്ടെ, ശ്വസിക്കുന്ന വായുവാകട്ടെ, നമ്മൾ അനുഭവിക്കുന്ന ഒന്നും അതിൻ്റെ ഉടമസ്ഥാവകാശം നമുക്കല്ല. നമ്മുടെ ശരീരത്തിന് ഒരു പനി ബാധിച്ചാൽ, ശരീരം നമ്മുടേതാണെങ്കിൽ, അതിൻ്റെ ഉടമസ്ഥാവകാശം നമുക്കാണെങ്കിൽ, നമ്മൾ പറയുന്നത് പോലെ കേൾക്കണം. പനി വേണ്ട എന്ന് പറഞ്ഞാൽ പനി ഒഴിവാകണം. നമ്മുടെ ഒരു രോമകൂപം നരക്കുമ്പോൾ നമ്മുടേതാണ് ആ രോമകൂപം എങ്കിൽ അത് നരക്കരുത് എന്ന് പറഞ്ഞാൽ നര ഒഴിവാകണം. സാധിക്കുമോ? ഇല്ല. അപ്പോൾ അല്പം ചിന്തിച്ചാൽ നമുക്ക് തന്നെ ബോധ്യമാകും, നമ്മുടേതായൊന്നും ഇവിടെയില്ല. നാം വിശ്വസിക്കുന്ന, അംഗീകരിക്കുന്ന ലോകത്തിൻ്റെ സൃഷ്ടാവ് റബ്ബ് സുബ്ഹാനഹു വ തആലയുടേതാണ് ഇതെല്ലാം. അവൻ്റെ അനുഗ്രഹങ്ങളാണ് ഇതെല്ലാം എന്നർത്ഥം. ഈ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മുമ്പിൽ വരുന്നതാണ് നമ്മുടെ മാതാപിതാക്കൾ, അതേപോലെ തന്നെ നമ്മുടെ മക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർ, നമ്മുടെ ഇണകൾ, നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുക്കൾ, നാം സമ്പാദിച്ചുണ്ടാക്കിയ നമ്മുടെ സ്വത്ത്, അതേപോലെ നമ്മുടെ സമ്പാദ്യ മാർഗങ്ങൾ, കച്ചവടമടക്കമുള്ള നമ്മുടെ സമ്പാദ്യ മാർഗങ്ങൾ, നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ വീട്, പാർപ്പിടം, നമ്മൾ ഈ ലോകത്ത് ആഗ്രഹിക്കുന്ന, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഏത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഇണകളിലേക്കും മാതാപിതാക്കളിലും മക്കളിലേക്കും ബന്ധുക്കളിലേക്കും നമ്മുടെ സ്വത്തിലേക്കും നമ്മുടെ കച്ചവടത്തിലേക്കും നമ്മുടെ പ്രിയപ്പെട്ട വീട്ടിലേക്കുമല്ലേ എല്ലാം എത്തുക. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ലിസ്റ്റ് ചെയ്ത 8 കാര്യങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ തുടങ്ങി, മക്കൾ തുടങ്ങി, ഇണകൾ തുടങ്ങി, നമ്മുടെ വീട് തുടങ്ങി, നമ്മുടെ സമ്പത്ത് തുടങ്ങി 8 കാര്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല ലിസ്റ്റ് ചെയ്തു. ആ ലിസ്റ്റ് ചെയ്തിട്ട് തൊട്ടുടനെ 3 മറ്റു കാര്യങ്ങൾ പറഞ്ഞു. 3 കാര്യങ്ങൾ അതിന് ശേഷം പറഞ്ഞു. ആ 3നേക്കാൾ നിങ്ങൾക്കിഷ്ടം ഈ 8 കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ ജീവിതം പരാജയമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതം പരാജയമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിലെ 24-ാമത്തെ ആയത്ത്, ബിസ്മില്ലാത്ത അധ്യായം, അതാണ് 9-ാം അധ്യായമായ സൂറത്തു തൗബ. ആ സൂറത്തു തൗബയിലെ 24-ാമത്തെ ആയത്ത് നമ്മൾ നമ്മുടെ കുട്ടികളോടൊപ്പം, ഇണകളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം ഇരുന്ന് അർത്ഥസഹിതം പഠിക്കേണ്ടതാണ്. ആ 8 കാര്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ നബിയെ, നീ അവരോട് പറഞ്ഞു കൊടുക്കുക, ഇൻ കാന ആബാഉകും, നിങ്ങളുടെ പിതാക്കൾ, വ അബ്നാഉകും, നിങ്ങളുടെ സന്തതികൾ, വ ഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങൾ, വ അസ്വാജുക്കും, നിങ്ങളുടെ ഇണകൾ, വ അശീറത്തുക്കും, നിങ്ങളുടെ ബന്ധുക്കൾ, വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹ, നിങ്ങൾ മാന്ദ്യം അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കുമെന്ന് ഭയപ്പെടുന്ന നിങ്ങളുടെ സ്വത്തുക്കൾ, വ തിജാറത്തുൻ വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹ, നിങ്ങൾ സമ്പാദിച്ച നിങ്ങളുടെ സമ്പത്ത്, വ തിജാറത്തുൻ തഖ്ശൗന കസാദഹ, നഷ്ടം വരുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം, വ മസാകിന തർലൗനഹ, നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ വാസസ്ഥലങ്ങൾ, നിങ്ങളുടെ വീടുകൾ. ഈ 8 കാര്യങ്ങൾ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലിഹി വ ജിഹാദിൻ ഫീ സബീലിഹി, അല്ലാഹുവിനേക്കാൾ, അവന്റെ റസൂലിനേക്കാൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമങ്ങളെക്കാൾ മേൽപ്പറഞ്ഞ 8 കാര്യങ്ങളാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഫതറബ്ബസൂ, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക, ഹത്താ യഅ്തിയല്ലാഹു ബിഅംരി,
അള്ളാഹു അവന്റെ കൽപ്പനയുമായി വരുന്നത് വരെ. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അധർമ്മകാരികളായ, തോന്നിയതുപോലെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകുകയില്ല. അപ്പോൾ സഹോദരീ സഹോദരങ്ങളെ, നമ്മുടെ ഹിദായത്തുമായി നേരിട്ട് ബന്ധപ്പെട്ട ആര് സദസ്സിൽ സംസാരിച്ചാലും എൻ്റെ സംസാരത്തെ അത് ബാധിക്കും. അതുകൊണ്ട് ജുമാ സമയത്ത് നമ്മൾ മറ്റ് കാര്യങ്ങളിൽ ഏർപ്പാടാകരുത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. 8 കാര്യങ്ങൾ ജീവിതത്തിൽ നമുക്ക് 3 കാര്യങ്ങളെക്കാൾ വലുതാണെങ്കിൽ, ആ 3 കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അള്ളാഹുവിനേക്കാൾ, അള്ളാഹുവിൻ്റെ റസൂലിനേക്കാൾ, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമങ്ങളെക്കാൾ നമുക്ക് വലുത് നമ്മുടെ സമ്പത്താണെങ്കിൽ, നമ്മുടെ മാതാപിതാക്കളാണെങ്കിൽ, മക്കളാണെങ്കിൽ, ഇണകളാണെങ്കിൽ, നമ്മുടെ കച്ചവടമാണെങ്കിൽ, നമ്മുടെ സ്വത്താണെങ്കിൽ, നമ്മൾ കാത്തിരിക്കുക. റബ്ബ് അവന്റെ കൽപ്പനയുമായി വരുന്നത് കാത്തിരിക്കുക. മാത്രമല്ല, തോന്നിവാസികളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലാക്കുകയില്ല, നേർമാർഗത്തിലാക്കുകയില്ല. അപ്പോൾ സഹോദരീ സഹോദരന്മാരെ, നമുക്ക് നമ്മുടെ ഇണയേക്കാൾ ഇഷ്ടം അള്ളാഹുവിനെ, അള്ളാഹുവിൻ്റെ പ്രവാചകനെ, അവൻ്റെ മാർഗത്തിലുള്ള പ്രവർത്തനത്തെ. നമ്മൾ ഈ സംസാരം ശ്രമിക്കുന്ന ഓരോ വ്യക്തിയും ആ വ്യക്തിയിലേക്ക് ചേർത്ത് ചിന്തിക്കുക. എനിക്ക് എൻ്റെ ഇണയേക്കാൾ, എൻ്റെ മക്കളേക്കാൾ, എൻ്റെ സമ്പത്തിനേക്കാൾ, എൻ്റെ കച്ചവടത്തേക്കാൾ എനിക്ക് വലുത് നാട്ടുകാർക്കല്ല, നമ്മൾ വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും വലുത് അള്ളാഹുവാണോ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനാണോ, അവൻ്റെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമങ്ങളാണോ എന്ന് നമ്മൾ നമ്മളിലേക്ക് ചിന്തിക്കുമ്പോൾ അതങ്ങനെ ഉറപ്പിച്ചങ്ങനെ പറയാനൊന്നും പറ്റില്ല. എന്നാണെങ്കിൽ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. കഴിയാത്ത കാര്യം അല്ലാഹ് പറയില്ല. അതൊക്കെ ഇപ്പൊ കഴിയുന്ന കാര്യമാണോ എന്നാണ് ഇബ്ലീസ് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്നതെങ്കിൽ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നു, സാധ്യമല്ലാത്ത ഒരു കാര്യത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല അടിച്ചേൽപ്പിക്കുന്ന പ്രശ്നമില്ല. ഇന്ന ദീന യുസ്റുൻ. അള്ളാഹുവിൻ്റെ ദീൻ എളുപ്പമാണ്, അത് പ്രായോഗികമാണ്. അപ്പോൾ അള്ളാഹുവിനെ, അവൻ്റെ പ്രവാചകനെ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമങ്ങളെ നമുക്ക് ഏറ്റവും ഇഷ്ടമാവുക മറ്റേത് കാര്യത്തേക്കാൾ എന്നത് പ്രായോഗികമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ കഴിയുന്ന കാര്യമാണ്. അതിനെന്ത് വേണം? അതിന് വേണ്ടത് ഉടമസ്ഥാവകാശം റബ്ബിനാണ് എന്ന നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കണം. നമുക്ക് ഉമ്മയെ നൽകിയതാര്? നമുക്ക് ഉപ്പയെ നൽകിയതാര്? നമുക്ക് ഇണയെ നൽകിയതാര്? ഇണക്ക് നമ്മോടും നമുക്ക് ഇണയോടും, മക്കൾക്ക് നമ്മളോടും നമുക്ക് മക്കളോടും ഇഷ്ടം അത് തന്നത് ആര്? നമുക്ക് ജീവിത മാർഗത്തിന്റെ ആ മാർഗത്തിൽ നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ള സമ്പത്ത് നൽകിയതാര്? ആ സമ്പത്തിന്റെ ഉടമസ്ഥാവകാശം ആർക്കാണ്? അത് റബ്ബിനാണ് എന്ന് നമ്മൾ നമ്മളെ പഠിപ്പിക്കുന്നതോടുകൂടി സ്ക്രൂ തിരിക്കുന്നത് പോലെ, സ്ക്രൂ തിരിക്കുമ്പോൾ ആദ്യ സമയത്ത് കുറച്ച് പ്രയാസപ്പെടും, പിന്നെ ഒറ്റ തിരിയില്ല. ആ തിരിച്ചിലുണ്ടല്ലോ, നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയത് റബ്ബാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതോടുകൂടി ഇവിടെ മനുഷ്യന് കുറെ തിരക്കും കാര്യമൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടക്ക് ഒന്ന് നിസ്കരിച്ചെങ്കിലായി. ഈ നിസ്കാരം സൈഡ് ഭയങ്കര ഓട്ടത്തിലാണ്. മറ്റേ ബ്രാഞ്ച് അവിടെ തുടങ്ങാൻ പോവാണ്, ഈ ബ്രാഞ്ച് ഇപ്പുറത്ത് തുടങ്ങാൻ പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നിസ്കരിക്കാനൊന്നും സമയമല്ല, അതിൻ്റെ ഇടയ്ക്ക് സക്കാത്ത് കണക്കൂട്ടാൻ സമയമല്ല, ഓടുകയാണ്. ഈ എങ്ങോട്ടാ? ആ ഓട്ടത്തിലാണ് മരണമെങ്കിൽ ബാക്കിയുള്ള ആ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യും, ഉഷാറായിട്ട് സംഗതി പോകും, നമ്മൾ ഖബറിലുണ്ടാകും. അപ്പോൾ ആ ഓട്ടത്തിൽ ഒരു തിരിച്ചറിവിന്റെ കുറവാണ് ഇവിടെ ഉള്ളത്. ഇസ്ലാമിൽ സമ്പാദിക്കുന്നതിന് ഒരു നിയന്ത്രണവുമില്ല. മറ്റെല്ലാ പ്രത്യയശാസ്ത്രത്തിലും പല നിയന്ത്രണം. ഇസ്ലാമിൽ ഒരു മനുഷ്യന് എത്രയും സമ്പാദിക്കാം, ഒരു നിയന്ത്രണവുമില്ലാതെ സമ്പാദിക്കാം. അത് ഹലാലായ മാർഗത്തിലാകണമെന്ന് മാത്രം, സക്കാത്ത് കൊടുക്കണമെന്ന് മാത്രം, എങ്കിൽ എത്രയും സമ്പാദിക്കാം. അതാണ് മുതലാളിത്തത്തിനും കമ്മ്യൂണിസത്തിനും ഇടക്ക് ലോകത്ത് എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്ന പ്രകൃതിപരമായ, ഒരാൾ അധ്വാനിക്കാൻ തീരുമാനിച്ചാൽ നീ അങ്ങനെ അധ്വാനിക്കാനൊന്നും പറ്റില്ല, പരിധിയുണ്ടെന്നില്ല, അധ്വാനിക്കാം. പടച്ചവനെ മറന്നല്ലാതെ നിലക്ക് അധ്വാനിക്കാം, ഒരു പ്രശ്നവുമില്ല.
അപ്പൊ അതുകൊണ്ട് സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ രാവിലെയുള്ള എഴുന്നേൽക്കൽ, നമ്മുടെ ശരീരം, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാന്റെ റസൂലേ, ഒരു കാര്യം കേൾക്കണം, എനിക്ക് എൻ്റെ ഈ ശരീരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടം അങ്ങയെ ആകുന്നു. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി, ഉമറേ, നിന്റെ ഈമാൻ പൂർത്തിയായിട്ടില്ല, നീ തിരുത്തി പറയണം, നിന്റെ ശരീരത്തെക്കാൾ എനിക്കിഷ്ടം അള്ളാഹുവിന്റെ റസൂലിനെയാണെന്ന് തിരുത്തി പറയണം. നമ്മൾ പറയോ? ഞാനും നിങ്ങളും പറയൂ, എൻ്റെ ഈ ശരീരത്തെക്കാൾ എനിക്കിഷ്ടം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആണെന്ന്. ഹദീസിൽ അങ്ങനെ ഉണ്ടെന്നല്ല, നമ്മുടെ മനസ്സിൽ ആ ഹദീസ് ഉണ്ടോ? നമ്മുടെ മനസ്സിൽ ആ ഖുർആനിക ആശയമുണ്ടോ? നമ്മുടെ മനസ്സിൽ ആ ഹദീസിന്റെ ആശയമുണ്ടോ? അതാണ് പ്രശ്നം. അള്ളാഹു നമുക്ക് ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങനെയാകുമ്പോൾ എന്തു വരുന്നു? ഈ ശരീരം എങ്ങനെ പോകണമെന്നുള്ള നിർദ്ദേശം കിട്ടിയില്ലെങ്കിൽ ഈ ശരീരത്തിന് എന്തർത്ഥം? നമ്മളാകുന്ന ഈ ശരീരമാകുന്ന ഈ മനുഷ്യൻ എങ്ങനെ പോകണമെന്നുള്ള കൺട്രോൾ, ആ കൺട്രോളിന് ആവശ്യമായ ഹിദായത്ത്, ആ ഹിദായത്ത് എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനാണ് ആ ഹിദായത്ത് നമുക്ക് കാണിച്ചു തന്നത്. അതുകൊണ്ട് സ്വന്തം ശരീരം പോലും എങ്ങനെ നീങ്ങണം എന്ന് പഠിപ്പിച്ച ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് നമ്മൾ മയ്യത്ത് നമസ്കാരത്തിൽ പോലും നമ്മൾ പ്രായോഗികമാക്കുന്നു. മറ്റൊരിക്കൽ നമ്മളത് സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മാതാവോ പിതാവോ മകനോ ഭാര്യയോ മരണപ്പെട്ടാൽ നമ്മൾ മയ്യത്ത് നമസ്കരിക്കും. നമസ്കാരത്തിന്റെ പേരെന്താ? മയ്യത്ത് നമസ്കാരം. ആ മയ്യത്ത് നമസ്കാരത്തിൽ ഒന്നാമത്തെ തക്ബീറിന് ശേഷം അള്ളാഹുവിനെ സ്തുതിക്കും. സൂറത്തുൽ ഹംദ്, സൂറത്തുൽ ഫാത്തിഹ ഓതും. നമസ്കാരത്തിന്റെ പേര് മയ്യത്ത് നമസ്കാരം എന്നാണ്. അതിനുശേഷം ഉമ്മയെ മുമ്പിൽ വെച്ച്, ഉപ്പയെ മുമ്പിൽ വെച്ച്, മകനെ മകളെ അവരുടെ മയ്യത്ത് മുമ്പിൽ വെച്ച് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്നത് ഉമ്മാക്ക് വേണ്ടിയല്ല, ഉപ്പാക്ക് വേണ്ടിയല്ല, മകന് വേണ്ടിയല്ല, മറിച്ച് ഈ മകന് മയ്യത്ത് നമസ്കരിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ച ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയാണ് മയ്യത്ത് നമസ്കാരത്തിൽ രണ്ടാമത്തെ തക്ബീറിന് ശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം എന്ന് തുടങ്ങുന്ന 9ഓളം രൂപത്തിൽ സ്വഹീഹായി വന്നിട്ടുണ്ട്. 9ഓളം രൂപത്തിൽ ആ ഇബ്രാഹിമി സ്വലാത്ത് വന്നിട്ടുണ്ട്. അല്ലാഹുവേ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ ഗുണം ചെയ്യണേ. അല്ലാഹുവേ, റസൂലുള്ളയെ നീ അനുഗ്രഹിക്കണമേ. അവിടുത്തെ അഹ്ലുകാരെയും നീ അനുഗ്രഹിക്കണമേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും അവിടുത്തെ അഹ്ലുകാരെയും നീ അനുഗ്രഹിച്ചതുപോലെ ആ ഇന്നക ഹമീദും മജീദ് കഴിഞ്ഞാൽ വീണ്ടും അല്ലാഹു അക്ബർ. അതിനുശേഷമാ മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് തുടങ്ങുന്ന ആ മയ്യത്തിന് ഇസ്തിഗ്ഫാർ നടത്തുന്ന, മർഹമത്ത് കിട്ടാനുള്ള പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷമാണ്. അപ്പോൾ അവിടെയും പഠിപ്പിക്കുന്നു, നമുക്ക് നമ്മുടെ മാതാവിനേക്കാൾ പിതാവിനേക്കാൾ നമ്മുടെ സ്വന്തം ശരീരത്തെക്കാൾ നമുക്കിഷ്ടം അള്ളാഹുവിനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചയച്ച മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആണ്. അതോടൊപ്പം ആ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും പഠിപ്പിച്ച കാര്യങ്ങൾ, മറ്റുള്ളവരിലേക്ക് എത്തുന്ന മാർഗങ്ങൾ, ആ മാർഗങ്ങൾ നമുക്ക് നമ്മുടെ ഭാര്യയേക്കാൾ മക്കളേക്കാൾ ഒക്കെ നമുക്ക് വലുതാണ് എങ്കിൽ ഈ 9:24 നമുക്കെതിരെ തിരിച്ചടിക്കില്ല നാളെ പരലോകത്തെത്തുമ്പോൾ. അങ്ങനെ ഇനി നമ്മൾ മറ്റൊരു തരത്തിൽ ചിന്തിക്കുക. നമ്മൾ അങ്ങനെ പ്രാധാന്യം അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പരിശ്രമങ്ങൾക്കും കൊടുത്തു എന്ന് കരുതുക. നമ്മൾ ഇപ്പോഴുള്ള നമ്മുടെ അപാകതകൾ പരിഹരിച്ചു എന്ന് കരുതുക. എങ്കിൽ ഈ ലോകത്ത് എന്ത് നഷ്ടമാണ് നമുക്കുണ്ടാവുക? നമ്മൾ സ്ഥിരമായി സുബൈക്ക് അങ്ങോട്ട് എണീക്കാൻ തുടങ്ങി. സുബൈക്ക് പള്ളി ഒഴിവാക്കി വേറെ പരിപാടി വിടില്ല എന്നൊരാണ് അങ്ങോട്ട് തീരുമാനിച്ചു. അല്ല, എനിക്ക് പ്രായം കൂടുകയാണ്. എൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റിരുന്നു. ഞാൻ സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കും. നമ്മൾ അങ്ങോട്ട് തീരുമാനിച്ചു. നമ്മൾ തഹജ്ജുദ് തുടങ്ങി എന്ന് വിചാരിക്കുക. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മൾ റമളാനിൽ മാത്രമല്ലല്ലോ ഈ രാത്രി നിസ്കാരം ഉള്ളത്. എന്ത് നഷ്ടമാണ് സഹോദരീ സഹോദരങ്ങളെ
ആ ഉറക്കിനേക്കാൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടാൽ, റസൂലുള്ള പഠിപ്പിച്ച ചര്യയെ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് വരാനുള്ളത് ഒരു നഷ്ടവും ഇല്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളിലും അള്ളാഹു എന്തു പറഞ്ഞു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു, നമ്മൾ അങ്ങോട്ട് തീരുമാനിച്ചു എന്ന് കരുതുക. നമ്മുടെ വീട്ടിലൊരു വിവാഹം വരുന്നു, ഈ ആയത്ത് ഓർമ്മ വരുന്നു, പടച്ചോനെ അവന്റെ കൽപ്പന കാത്തിരുന്നോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ എന്റെ താല്പര്യവും ദീനിന്റെ താല്പര്യവും എതിരാകുമോ? ഒരാൾക്ക് ബേജാറായി. കല്യാണം വരുമ്പോൾ ധാരാളം ഒരുക്കങ്ങൾ നടത്തും, രണ്ടു കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും, ഒന്നിച്ചിരുന്ന് സംസാരിക്കും. നിങ്ങൾ എത്ര പേര് വേണമെങ്കിലും വന്നോളി, ഒരു പ്രശ്നവുമില്ല, എണ്ണ ഇവിടെ അറിയിക്കണം, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇവിടെ റെഡിയാണ് അല്ലേ. അവിടെ അരി കുറച്ച് കൂടുതൽ വാങ്ങി വെക്കും, പ്ലേറ്റ് കുറച്ച് കൂടുതൽ വാങ്ങി വെക്കും, ടിഷ്യൂ പേപ്പർ മറന്നു പോകാതെ വെക്കും, ഒരു കുറവും വരാൻ പാടില്ല. ശരി, നല്ല കാര്യം തന്നെ. എന്നാൽ ആ കല്യാണത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തും ബറക്കത്തും എനിക്ക് നഷ്ടപ്പെടുന്ന, എൻ്റെ വിവാഹിതനാകുന്ന മകൾക്കും നഷ്ടപ്പെടുന്ന, ദീനിന് ഇഷ്ടമില്ലാത്ത, ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന, അതുകൂടി ഈ കാലഘട്ടത്തിലുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും എൻ്റെ വിവാഹത്തിൽ വരുമോ, എൻ്റെ വീട്ടിലെ എൻ്റെ കുടുംബത്തിലെ വിവാഹത്തിൽ വരുമോ എന്നൊരാൾ ചർച്ച ചെയ്താൽ ഈ ആയത്തുമായി പൊരുത്തപ്പെട്ടു വന്നു. അപ്പോൾ അതൊരു ദീനിയായ സദസ്സാണ്. നിക്കാഹിന്റെ സദസ്സ് ദീനി സദസ്സാണ്. അഥവാ അവിടെ കൂടിയ മുഴുവൻ ആളുകളെയും നമ്മൾ വിളിച്ചു വരുത്തുന്നത് ബിരിയാണി കൊടുക്കാൻ മാത്രമല്ല, അതിഥികളെ സൽക്കരിക്കാം, അവർക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ കൊടുക്കാം, നീയത്തുണ്ടെങ്കിൽ കൂലിയും കിട്ടും, ഒരു സംശയവുമില്ല. പക്ഷെ ബിരിയാണി അവരുടെ സ്വന്തം വീട്ടിലും വെക്കാം, അവർക്ക് പുറത്തു പോയി കഴിക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ ആളുകളെ വിളിച്ചു വരുത്തുമ്പോൾ, പ്രത്യേകിച്ച് വിശ്വാസികളെ വിളിച്ചു വരുത്തുമ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അവരുടെ ദുആ നമുക്ക് കിട്ടുക. വിശിഷ്യ ആ വിവാഹിതരാകുന്നവർക്ക് വേണ്ടി ബാറകല്ലാഹു ലക വബാരക അലൈക വജമഅ ബൈനകുമാ ഫീ ഖൈർ, നമ്മൾ വിളിച്ചു വരുത്തിയ ആളുകൾ മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കുന്നു, പടച്ചോനെ ഇവർക്ക് രണ്ടുപേർക്കും നീ അനുഗ്രഹം ബറക്കത്ത് കൊടുക്കണേ എന്നും നന്മയിൽ നീ ഇവരെ ഒരുമിച്ച് ചേർക്കണേ എന്നും ഒരൊറ്റ പ്രാർത്ഥന സ്വീകരിച്ചാൽ പോരെ, നമ്മൾ രക്ഷപ്പെട്ടില്ലേ? അങ്ങനെ ദ്വാരക്കാൻ ആൾക്കാരെ വിളിക്കുന്നത്, ദ്വാരക്കാൻ ആളെ വിളിക്കുന്നിടത്ത് ആ സദസ്സു മുഴുവനും അലങ്കോലമാക്കുന്ന തുള്ളൽ, അവിടെ വ്യത്യസ്ത ശബ്ദങ്ങൾ, മാന്യന്മാർക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, അതൊരു സത്യവിശ്വാസി ഉണ്ടാക്കാൻ പാടുണ്ടോ? ഇല്ല. അതിനെന്ത് വേണം? അന്ന് രാവിലെ ആലോചിച്ചാൽ പോരാ, തലേന്ന് ആലോചിച്ചാലും പോരാ, നാട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ട്, നേരത്തെ ആലോചിക്കണം. അപ്പൊ മറ്റേ കുടുംബത്തിലേക്ക് പറയും, ഇങ്ങനെ സംഭവമൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ടല്ലോ. അതങ്ങനെ പറയാൻ പറ്റൂല, മോന്റെ കൂട്ടുകാരെ കല്യാണത്തിന് ഓൻ പോയി കുറെ തുള്ളിച്ചാടിയിട്ടുണ്ട്, ഓരിങ്ങനെ കാത്തുക്കുകയാണ്. ശരി, അത് പരിഹരിക്കണം, ഓരോടൊന്ന് സംസാരിക്കണം. ഇവിടെ അത് പറ്റൂല, കൈകാര്യം ചെയ്യാൻ ആളിവിടെ നിൽക്കുന്നുണ്ട്, ചിലപ്പോൾ പറയേണ്ടി വരും. അപ്പൊ ഒരു ഒരുക്കം, നമ്മുടെ വീട്ടിലെ വിവാഹം ഈ സാന്ദർഭികമായി പ്രാധാന്യമുള്ളത് കൊണ്ട് ആ ഉദാഹരണം എടുത്തു എന്ന് മാത്രം. നമ്മുടെ വീട്ടിലെ വിവാഹം ആണായി നിന്നാൽ, നട്ടെല്ലോടെ നിന്നാൽ, കാരണോർ സ്ഥാനം ഉപയോഗിച്ചാൽ, ഉപ്പാന്നുള്ള സ്ഥാനം ഉപയോഗിച്ചാൽ, എൻ്റെ കല്യാണം ഞാനാ തീരുമാനിക്കും, എൻ്റെ കല്യാണത്തിന് എങ്ങനെ വേണം. ഒരു പെൺകുട്ടി എൻ്റെ കല്യാണമാ, അന്നിക്ക് ലോഹറുസ്കരിക്കണം. മുഖത്തൊന്നായിട്ട് പുട്ടി വാരി വിളിച്ചാൽ അന്നിക്ക് ലോഹറുസ്കരിക്കാൻ പറ്റൂല, അന്നെനിക്ക് അസറിന് സുജൂദ് ചെയ്യാൻ പറ്റൂല, പരിപാടി എനിക്ക് വേണ്ട. ഞാൻ ഇന്ന് വരെ മഫ്തിട്ട് നടന്ന മോളാ, ഇന്ന് ആ മഫ്ത് ഒഴിവാക്കാൻ ഒരാളെയും ഞാൻ സമ്മതിക്കില്ല എന്ന് മോള് തീരുമാനിക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അതിനെന്ത് വേണം സഹോദരങ്ങളെ? ദീനിയായ ചർച്ച വീട്ടിൽ നടക്കണം. നമ്മുടെ വീട്ടിൽ ഒരാൾ മരണപ്പെട്ടാൽ അത് പറയില്ലേ, നമ്മളെ വീട്ടിൽ ഒരാൾ മരിച്ചാലോ അന്ന് പറയരുത്, മനുഷ്യനെ പേടിപ്പിക്കില്ലേ. എന്നാൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യയുമായി ചർച്ച ചെയ്തു, ആയിഷ നീ ആദ്യം മരിച്ചാൽ, ഞാൻ ആദ്യം വഫാത്തായാൽ, നോക്കൂ, ആ വീട്ടിൽ നടക്കുന്ന ഒരു മരണത്തെപ്പറ്റി ലോകത്തുള്ള ഏറ്റവും നല്ല ഭർത്താവ് ചർച്ച ചെയ്യാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഈ ലോകത്തോട് വിട പറഞ്ഞാൽ അതല്ല ആയിഷ ബീവിയാണ് വിട പറയുന്നതെങ്കിൽ മയ്യത്ത് കുളിപ്പിക്കുന്ന കാര്യം പോലും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ചർച്ചയാണ്. അപ്പൊ സഹോദരന്മാരെ, ആ ഒരു ലോകത്തുള്ള എല്ലാ കാര്യവും നമ്മൾ ചർച്ച ചെയ്യും ഭക്ഷണം കഴിക്കുമ്പോൾ. പക്ഷേ ഇന്ന് ഖുതുബ പറഞ്ഞ കാര്യം മാത്രം ചർച്ച ചെയ്യൂല. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ട ഒരായത്തിന്റെ താല്പര്യം ചർച്ചയില്ല, ദീനീ ചർച്ചയില്ലേ ഇല്ല. അങ്ങനെയല്ല, ദീനീ ചർച്ചകളും സ്വാഭാവികമായും വരണം. സ്വാഭാവികമായും മക്കളെ, 10 മിനിറ്റേ ഉള്ളൂ അസ്റവാൻ കൊടുക്കാൻ കേട്ടോ, എല്ലാരും ജമാഅത്തിന് പോണേന്ന് പറഞ്ഞാ മക്കൾ സ്വീകരിക്കൂലേ?
സ്വീകരിക്കൂലേ? അത് പറയുന്ന ഒരു ഉപ്പയാകാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അള്ളാഹുവും അവന്റെ പ്രവാചകനും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനത്തെക്കാൾ നമുക്ക് ഇഷ്ടം കുറവായിരിക്കണം മറ്റ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് അനുകൂലമാവുകയാണ് ചെയ്യുക. നമ്മുടെ സമ്പത്ത്, പടച്ചോനെ നമുക്ക് ഏറ്റവും വലുതെങ്കിൽ നമ്മുടെ സമ്പത്ത് പലിശരഹിതമാകും. അത് നമുക്ക് ഹൈറല്ലേ ഈ ലോകത്തും പരലോകത്തും. നമ്മുടെ സമ്പത്തിന്റെ സക്കാത്ത് നമ്മൾ കൊടുക്കും. അത് കൊടുക്കാത്തൊരു പരിപാടി എനിക്കില്ല. എനിക്ക് കബറിൽ സഹിക്കാൻ കഴിയൂല. അത് കൊടുത്താൽ അള്ളാഹു വളർത്തും. ദുനിയാവിൽ തന്നെ സമ്പത്തിൽ വളർച്ചയുണ്ടാകും. പരലോകത്തത് വലിയ സമ്പാദ്യമായി തിരിച്ചു വരും. അതാ പറഞ്ഞത്, ദീനനുസരിച്ച് ജീവിച്ചാൽ. ഒന്ന് ചിന്തിക്കൂ സഹോദരങ്ങൾ, ഒറ്റക്ക് ബസ്സിലിരിക്കുമ്പോ, ട്രെയിനിലിരിക്കുമ്പോ, രാത്രി ഒറ്റക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് ഒന്നും സംസാരിക്കാൻ ആരുമില്ല, എല്ലാവരും ഒന്ന് ചിന്തിക്ക്. നമ്മൾ ദീനനുസരിച്ച് ജീവിച്ചാൽ ഈ ലോകത്ത് എന്ത് നഷ്ടമാണ് നമുക്ക് വരിക? ഒരു നഷ്ടവും ഇല്ലെന്ന് മാത്രമല്ല, ദുനിയാവിലും ആഖിറത്തിലും ധാരാളം നന്മകൾ നമ്മളിലേക്ക് വരിക. നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കുവീൻ. വാപ്പ മരിച്ചാൽ കുറച്ച് ദിവസം പള്ളിയിൽ, പിന്നെ അവൻ പള്ളിക്കാണ് വാപ്പ മരിക്കണം. ഈ മരണമൊക്കെ വരുമ്പോ ഒരു പള്ളി സ്നേഹം അതല്ല, സ്ഥിരമായി പള്ളി നമ്മുടെ കേന്ദ്രമാണ്. അല്ലാഹുവിന്റെ ഭവനമാണ് പള്ളി. ഏത് സ്ഥലത്താണെങ്കിലും പള്ളിയുമായി. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ബന്ധുവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അടുത്ത ചോദ്യം, ഇവിടെ എവിടെ പള്ളി ഉള്ളത്? ഒരു വിശ്വാസിന്റെ അടുത്ത ചോദ്യം ഇതാണ്. കുറച്ച് ദിവസം അവിടെ നിൽക്കുന്ന ഡോക്ടർ പറയുന്നത്, എവിടെയാ പള്ളിയുള്ളത്? നേരെ ചെന്ന് 2 റക്അത്ത് ഒറ്റ പറച്ചിൽ, പടച്ചോനെ പെട്ടെന്ന് കഴിച്ചിലാക്കി തരണേ, പടച്ചോനെ ശിഫ നൽകണേ. അത് പ്രാർത്ഥിക്കാതെ എന്ത് ഹോസ്പിറ്റലാ സഹോദരങ്ങളെ? ഒരു വിശ്വാസി ആദ്യം ചോദിക്കുന്നതായിരിക്കും, തൊട്ടടുത്ത പള്ളി എവിടെയാണ്? ആ പള്ളിയുമായി ബന്ധം തുടങ്ങി അതോടുകൂടി. കാരണം ഹൃദയം പള്ളിയുമായി ബന്ധിപ്പിക്കുക എന്നത് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ തണലല്ലാത്ത ഒരു തണലുമില്ലാത്ത ദിവസം റബ്ബ് സുബ്ഹാനഹു വ തആല തണൽ കൊടുക്കുന്ന വിഭാഗമാണ്. അതുകൊണ്ട് സഹോദരീ സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ മക്കൾ വലുതാണ്, അവരെ സ്നേഹിക്കണം, ആദരിക്കണം. പക്ഷേ മക്കൾ ദീനിന് വിരുദ്ധമായൊരു കാര്യം നമ്മളോട് പറഞ്ഞാൽ, അതാണ് വിഷയം. ഏതായാലും മോന് പറഞ്ഞല്ലേ, മോള് പറഞ്ഞാൽ പിന്നെ എന്തോ എനിക്കറിയില്ല, അത് ചെയ്തു കൊടുക്കണം, പറ്റൂല. മോളോട് സ്നേഹമുണ്ടോ? മകൾ ആവശ്യപ്പെട്ടത്, മകൻ ആവശ്യപ്പെട്ടത് ദീനിന് വിരുദ്ധമാണെങ്കിൽ ദേഷ്യം പിടിക്കണ്ട, ചേർത്ത് പിടിക്കൂ. നമ്മളെ മക്കളല്ലേ, ചേർത്ത് പിടിക്കൂ. തലയിൽ തലോട്, മോൾ ആവശ്യപ്പെട്ട കാര്യത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മോള് കേൾക്കും, അവള് കേൾക്കും. മരിച്ചാൽ ആ രംഗം അവർക്ക് ഓർമ്മ വരും. അതുകൊണ്ട് സഹോദരീ സഹോദരങ്ങളെ, സൂറത്തു തൗബയിലെ 24-ാമത്തെ ആയത്ത്, ആ ആയത്ത് നമുക്ക് റബ്ബ് നൽകിയ 8 അനുഗ്രഹങ്ങളെ എങ്ങനെ നോക്കിക്കാണാമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അതറിയാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ, ജീവിതത്തിൽ പകർത്താൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം വർദ്ധിക്കാൻ നമുക്ക് പഠിപ്പിച്ച സുപ്രധാനമായ ഒരു കാര്യം പരസ്പരം പ്രാർത്ഥിക്കുക എന്നതാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹം വർദ്ധിക്കാൻ, ഉമ്മയും മക്കളും തമ്മിൽ, ഉപ്പയും മക്കളും തമ്മിൽ സ്നേഹം വർദ്ധിക്കാൻ, ബന്ധുക്കൾ തമ്മിൽ സ്നേഹം വർദ്ധിക്കാൻ, അയൽവാസികൾ തമ്മിൽ സ്നേഹം വർദ്ധിക്കാൻ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തമ്മിൽ സ്നേഹം വർദ്ധിക്കാൻ ഒരൊറ്റ മൂലി മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് അഭിവാദ്യമാണ്, സലാം പറയുക എന്നതാണ്. അഫ്ശു സലാം ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക. അതുകൊണ്ട് സലാം പറയുക എന്ന സ്വഭാവം. ഒരു അമുസ്ലിം അടുത്തുണ്ടെങ്കിൽ സലാം പറയാൻ എന്തോ ഒരു മടിയും വേണ്ട. അസ്സലാമു അലൈക്കും. ഒരു പക്ഷേ അയാളിങ്ങനെ നോക്കും, എന്താ പറഞ്ഞെന്നറിയോ? ഇയാൾക്ക് പടച്ചോന്റെ രക്ഷ ഉണ്ടാവട്ടെ. ഓ അങ്ങനെയാണല്ലേ. ആദരവേ ഉണ്ടാകുള്ളൂ. ആ മുസ്ലിങ്ങൾക്ക് ഇതൊക്കെ അറിയാനുള്ള താല്പര്യ. അവർക്ക് താല്പര്യമുള്ളത് നമ്മൾ മറച്ചു വെക്കുകയാണ്. ട്രെയിനിൽ പോകുന്നു, ഇനി ഒരു രക്ഷയില്ല. കോഴിക്കോട് ട്രെയിൻ എത്തുമ്പോൾക്ക് മഗ്‌രിബാകും. അസർ നിസ്കാരം മഗ്‌രിബിന് ശേഷം പറ്റില്ല. അസർ നിസ്കാരം ആ അസറിന്റെ സമയത്ത് തന്നെ നിർവഹിക്കണം.
ളുഹറും അസറും വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി നിസ്കരിക്കാം യാത്രക്കാരാണെങ്കിൽ. പക്ഷെ പെട്ടെന്നുണ്ടായ യാത്രയാണ്, ഓടി ട്രെയിനിൽ കയറി, കോഴിക്കോട്ടെത്തുമ്പോൾ മഗ്‌രിബാവും, അസർ നിസ്കരിക്കണം. എവിടെ നിസ്കരിക്കണം? ട്രെയിൻ നല്ലാതെ നിസ്കരിക്കാൻ ഒരു മാർഗവും ഇല്ല. ട്രെയിൻ നിസ്കരിക്കണം, നിന്നിട്ടാണോ സഹോദരങ്ങളെ? നിന്ന് നിസ്കരിക്കാൻ സീറ്റില്ല, നല്ല തിരക്കാണ്. ഒന്നും എടുക്കാൻ പറ്റുമോ? ആ ബാത്റൂമിലേക്ക് പോകുന്ന കാര്യം പോലും ആലോചിച്ചൂടാ. പോയി വരുമ്പോൾക്ക് കോഴിക്കോട്ട് എത്തിയിട്ടുണ്ടാവും, മഗ്‌രിബായി ഉണ്ടാവും. എങ്കിൽ അവിടെ വെച്ച് തയമ്മം ചെയ്യണം. അവിടെ വെച്ച് ആ നിൽക്കുന്ന പൊസിഷനിൽ നമ്മൾ അസർ നിസ്കരിക്കണം. മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും യുദ്ധം ചെയ്യുമ്പോൾ നിസ്കരിച്ചിട്ടുണ്ട്. യുദ്ധം ചെയ്യുമ്പോൾ അങ്ങനെ നിസ്കരിക്കുക, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കാണാം. അപ്പൊ അതുകൊണ്ട് ഇസ്ലാം പറയുന്ന കാര്യങ്ങളെ മറ്റുള്ളവർ വളരെ ആദരവോടുകൂടിയാണ് കാണുക, കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയാൽ. അതുകൊണ്ട് സലാം വ്യാപിപ്പിക്കണം. ഒരു ചോദ്യം, നമ്മുടെ പ്രിയപ്പെട്ട പിതാവിന് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ സലാം പറയും, അത് മാത്രം പറയല്ലേ? വാപ്പനോട് സലാം പറയേ. എൻ്റെ അർത്ഥം എന്താ? ഞാൻ നാട്ടുകാർക്ക് മുഴുവൻ പ്രാർത്ഥിക്കും, എനിക്ക് രക്ഷ ഉണ്ടാകട്ടെ, എനിക്ക് രക്ഷ ഉണ്ടാകട്ടെ. വാപ്പക്ക് രക്ഷല്ല, വാപ്പ നിങ്ങളാട് കുത്തിരുന്നോളൂ, നിങ്ങൾക്ക് രക്ഷല്ല എന്നല്ലല്ലോ. അപ്പം പറയും, എന്താ ഇപ്പൊ ഒരു പുതിയ പരിപാടിയൊക്കെ? സലാമൊക്കെ പറയാൻ തുടങ്ങിക്കല്ലോ. ഒന്നുമില്ല വാപ്പ, എന്നൊരു ഹുതുബ കേട്ടിരുന്നു, നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കലാണെങ്കിൽ ഇന്നാ എനിക്ക് മനസ്സിലായത്. അപ്പൊ പ്രിയപ്പെട്ട പിതാവിന് വേണ്ടി അസ്സലാമു അലൈക്കും, അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും നിങ്ങൾക്കുണ്ടാകുമാറാകട്ടെ എന്നായി പറയുന്നത്. വാപ്പാക്ക് കൈയൊടുക്കുവോ? ലോകത്തുള്ള എല്ലാവർക്കും കൈയെടുത്ത് ഇങ്ങനെ മുറുക്കി മുറുക്കി പിടിക്കും. എന്നാൽ പിതാവിന് കൈ കൊടുക്കണം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യവിശ്വാസികൾ തമ്മിൽ സലാം പറഞ്ഞ് ഷെയ്ക്ക് ഹാൻഡ് ചെയ്താൽ, ഹസ്തദാനം ചെയ്താൽ, ആ ഹസ്തദാനം ചെയ്യുന്ന അത്രയും സമയം വഹയുള്ള പ്രവാചകൻ പറയുകയാണ്, നിങ്ങളുടെ ചെറുപാപങ്ങൾ തീർന്നു പോകും, അതൊക്കെ ഉറ്റി ഉറ്റി വീണു പോകും. അപ്പോൾ സലാം പറയുന്നതോടൊപ്പം കൈ കൊടുക്കുക. അത് ഏറ്റവും അടുത്ത ബന്ധുക്കൾ, ഉമ്മക്ക് കൈ കൊടുക്കുക പലപ്പോഴും ഇല്ലാത്ത കാര്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയല്ലേ, ഉമ്മാക്ക് കൈ, ഉമ്മയെ ചുംബിക്കുക, ഉമ്മയെ, നമ്മുടെ ഉമ്മനെ നമ്മൾ ചുംബിക്കുക. എന്താ അതൊക്കെ പ്രയാസം? അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് എത്ര ചുംബനം തന്ന ആളാണ് നമ്മുടെ ഉമ്മയും ഉപ്പയും. അതുകൊണ്ട് അവർക്ക് സലാം പറയണം. ഇനി ഭാര്യ വിളിച്ചു പറയണം, മീൻ വാങ്ങണം, അപ്പൊ പറയണം, അങ്ങനെ അല്ലല്ലോ പറയേണ്ടത്, ആദ്യം സലാം പറയണ്ടേ. ഒരു പക്ഷേ ആ മത്സ്യം വാങ്ങി തിരിച്ചു പോകുന്ന യാത്രയിൽ മരണം സംഭവിച്ചാൽ മീൻ വാങ്ങണം എന്ന അവസാനത്തെ ശബ്ദത്തിന് ശേഷം വീട്ടിലെത്തുന്നത് ഒരു പക്ഷേ ആംബുലൻസ് ആകാം. അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ. അള്ളാഹു എല്ലാ അപകടത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ. അപ്പോ നമ്മുടെ ഭാര്യ നമ്മളെ വിളിക്കുമ്പോൾ ഭാര്യയെ പഠിപ്പിക്കണം, ഭർത്താവിനെ പഠിപ്പിക്കണം, സലാം പറയണം. നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്ക്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കട്ടെ. അപ്പൊ എന്താ ഭാര്യക്ക് പറയാനുള്ളത്? വൈകുന്നേരം 4 മണിക്ക് അസർ നിസ്കരിച്ച് വരുമ്പോ ഞാൻ മീൻ വാങ്ങാൻ പറഞ്ഞു, ഞാൻ സലാം പറഞ്ഞു, അവസാനം ഫോൺ വെച്ചപ്പോ വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞിട്ടാണ് എന്റെ ഭർത്താവ് അവസാനത്തെ ശബ്ദം, ആ കിടക്കുന്ന മയ്യത്ത് അവസാനമായി പറഞ്ഞത്, നിനക്ക് അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. അഫ്ശുസ്സലാം ബൈനക്കും, നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക. അതുകൊണ്ട് സലാം പറയണം. എഴുത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ തമ്മിലുള്ള എഴുത്തിൽ സലാം പറഞ്ഞാൽ പിന്നെ കളവ് എഴുതാൻ പറ്റുമോ? അസ്സലാമു അലൈക്കും എന്റെ താഴത്ത് ടെസ്റ്റ് കളവ് എഴുതാൻ പറ്റുമോ? നിങ്ങൾക്ക് അള്ളാന്റെ രക്ഷ, ഇനി ഞാൻ രക്ഷ ഒഴിവാകുന്ന കുറച്ച് കളവ് താഴത്ത് എഴുതാൻ പോകുന്നു, ഇങ്ങനെ വരാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ സലാം വ്യാപിപ്പിക്കുക. ഒരാളോട് കുറച്ചൊരു വിയോജിപ്പ് തോന്നാൽ അയാൾക്ക് കൂടുതൽ സലാം പറയാം, കൈ കൊടുക്കുക, സംസാരിക്കുക, കൈ ഇങ്ങനെ പിടിച്ച് കുലുക്കുക, കെട്ടിപ്പിടിക്കുക, ഇതൊക്കെ വേണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു സ്വഹാബി മരണപ്പെട്ടു. ആ സ്വഹാബിയെ കുറിച്ച് ഒരു സ്വഹാബിയെ കുറിച്ച് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾ അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അയാൾ അള്ളാഹു തൃപ്തി. സ്വഹാബികൾ ജീവിതം മൊത്തം പടച്ചോന്റെ തൃപ്തി കിട്ടിയിട്ട് ഈ ലോകത്തോട് ഇവിടെ പറയാനാണ്. അപ്പൊ മറ്റൊരു സഹാബിക്ക് ഒരു താല്പര്യം, എന്താ അയാൾക്ക് ഇത്ര പ്രത്യേകത, അത് എനിക്ക് കിട്ടണല്ലോ. അയാൾ അല്ല തൃപ്തിപ്പെട്ടു, സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞാൽ അതെന്താ കാര്യം എന്ന് അറിയണല്ലോ. അപ്പൊ വേറൊരു ഹദീസ് ഓർമ്മ, ഒരാളൊപ്പം മറ്റൊരാൾക്ക് 3 ദിവസം അതിഥിയായി താമസിക്കാം. ഈ പള്ളിയിലുള്ള ആർക്കും മറ്റൊരാളൊപ്പം ഞങ്ങളൊപ്പം വരിക പറഞ്ഞാൽ എന്തിനാ ചോദിക്കാൻ പാടില്ല. അയാൾ സത്യവിശ്വാസിയാണ്. 3 ദിവസം അതിഥിയായി ഒരു സത്യവിശ്വാസിക്ക് മറ്റൊരു സത്യവിശ്വാസിയോടൊപ്പം 3-ാം ദിവസം ചോദിക്കാം, ഇതൊക്കെ വിശേഷം, എന്താ വിഷയം ചോദിക്കാം. 3-ാം ദിവസം അതുവരെ പറ്റൂല. ഇയാൾ പറഞ്ഞു ഞങ്ങളൊപ്പം വരികയായിരുന്നു, ഒരു സംശയമില്ല, ഒരു ചോദ്യമില്ല, എന്തിനാണില്ല, അതിഥിയായിട്ട് സ്വീകരിച്ചു. അള്ളാന്റെ റസൂലിന്റെ ഓർഡറാണ്. 3 ദിവസം. ഇയാൾ എന്തിനാ അറിയോ? അയാൾ ഇങ്ങനെ ശ്രദ്ധിക്കുക, എന്താ ഇപ്പൊ ഇയാളെ പ്രത്യേക അമല്, പ്രത്യേകിച്ച് എന്താ ഇയാൾക്കൊരു അമല്, പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞെടുക്കുമ്പോൾ അള്ളാഹെന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നല്ലാതെ മറ്റുള്ളവർ ചെയ്യുന്നതിന് വ്യത്യസ്തമായി, മറ്റു സ്വഹാബികൾ ചെയ്യുന്ന വ്യത്യസ്തമായി പ്രത്യേകിച്ചൊന്നും കാണാൻ. അവസാനം 3-ാം ദിവസം പറഞ്ഞു, ഞാനേ നിങ്ങളെ വീട്ടിൽ കൂടാനും ഭക്ഷണം കഴിക്കാനൊന്നും വന്നല്ല,
അള്ളാന്റെ റസൂൽ നിങ്ങളെ പറ്റി, നിങ്ങൾ സ്വർഗത്തിലാണ്, നിങ്ങളെ പടച്ചോൻ തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അത് അറിയാൻ വേണ്ടി വന്നതാ. എന്താ വിഷയം എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്ക് ഈ ലോകത്ത് ഒരാളുമായും ഞാൻ മാനസികമായി അകന്നു നിൽക്കുന്നില്ല. അഥവാ ആ സ്വഹാബിയുടെ മയ്യത്ത് അവിടെ കിടത്തിയാൽ ആൾക്കാർ ഇങ്ങനെ കാണാൻ വരുമ്പോൾ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, അന്ന് എന്നെ എങ്ങനെ വേദനിപ്പിച്ചില്ലേ, അന്ന് ആൾക്കാരെന്നെ വഷളാക്കിയില്ലേ എന്ന് എന്നെക്കുറിച്ച് പറയാൻ ഒരാളും ഇവിടെ ഇല്ല എന്നൊരു പ്രത്യേകത എനിക്കുണ്ട്. ആ പ്രത്യേകം നമുക്ക് വേണം സഹോദരന്മാരെ, സഹോദരിമാരെ. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. നമ്മുടെ മയ്യത്ത് കടത്തുമ്പോ ഇത്ര പണം വാങ്ങിയിട്ട് പറ്റിച്ചു പോയ മനുഷ്യനാണല്ലോ ഇത്, എന്നെ വഷളാക്കിയ സഹോദരനാണല്ലോ, സഹോദരിയാണല്ലോ ഇത് എന്ന് പറയാൻ ഒരാളുണ്ടാവരുത്. അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ കിടത്തത്തിന് മുമ്പ് നേരിട്ട് മാപ്പ് പറയണം. തോറ്റോളൂ ഈ ദുനിയ. ഞാനും അവനോട്, എൻ്റെ തറവാടേതാ, ഓനോട് ഞാൻ വിളിച്ചു മാപ്പ് പറയേ, എൻ്റെ തറവാടൊക്കെ കഴിഞ്ഞിട്ട് കബറിലേക്ക് പോകണം. അവിടെ നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ പറഞ്ഞു, നബിയെ നിങ്ങൾ എന്നെ അടിച്ച് എനിക്ക് പ്രതികാരം ചെയ്യണം എന്ന് പറഞ്ഞു. നബിനോടെ റസൂലുള്ളാഹി ഷർട്ട് അയച്ചിട്ട് കാണിച്ചു കൊടുത്ത് പ്രതികാരം ചെയ്യാൻ വേണ്ടി. ഇപ്പൊ എന്താ അയാൾ പറഞ്ഞതിനാ അറിയാം, ആ സഹാബി പറഞ്ഞത് നബിനെ കെട്ടിപ്പിടിച്ചു. ആ വയറൊന്ന് കെട്ടിപ്പിടിച്ച് ആ ചൂട് കിട്ടാനാ പറഞ്ഞത്. പക്ഷേ റസൂൽ പേടിച്ചു, പടച്ചോൻ എൻ്റെ അടുത്ത് വല്ല അബദ്ധവും പറ്റിയൊന്നു, ചെയ്തോളൂ. അവസാനം പറഞ്ഞു, വല്ല ദീനാരോ ദിർഹമോ ആർക്കെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പറയണം. മയ്യത്തായതിനു ശേഷമല്ല സഹോദരങ്ങളെ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് മുമ്പ് ജനങ്ങളോട് പറഞ്ഞു, വല്ല ദീനാരോ ദിർഹമോ അബദ്ധത്തിൽ ആർക്കെങ്കിലും നിങ്ങളുടേത് എൻ്റെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അതാ സത്യവിശ്വാസം. എല്ലാ ബാധ്യതകളും തീർക്കണം. അപ്പൊ അതുകൊണ്ട് സലാം വ്യാപിപ്പിക്കുക. മാനസികമായി ഒരാളുമായും, പ്രത്യേകിച്ച് മാതാപിതാക്കളുമായി, നമ്മുടെ മക്കളുമായി, നമ്മുടെ ബന്ധുക്കളുമായി, അവരൊക്കെയായി അകന്നു നിൽക്കുക, തെറ്റി നിൽക്കുക എന്ന് പറഞ്ഞാൽ അമല് മൊത്തം പെൻഡിങ്ങിലാവും. ഇന്നത്തെ ചുമ റെഡി ആയിട്ട് അവിടെ ഉണ്ടാവും, പക്ഷെ ആകാശത്തേക്ക് വരില്ല. ആ പെൻഡിങ്ങിലുള്ളത് സെന്റ് ആവണമെങ്കിൽ ഇവിടെ നന്നാകണം, പരസ്പരം നന്നാകണം. ഈ ഹദീസ് കേട്ടാലും ചില ആൾക്കാർ അനങ്ങൂല. വല്ലാത്തൊരു തൊലിക്കട്ടിയാണത്, വല്ലാത്തൊരു ഹൃദയത്തിന്റെ കാഠിന്യമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ നിസ്കാരവും നോമ്പും എന്നൊക്കെ പറഞ്ഞാൽ ഒന്നാമത്തെ സെഫിൽ വന്നുകൊണ്ട് മാത്രം കാര്യമല്ല, ആ സെഫിൽ വരുന്നതിന്റെ ഗുണം ജീവിതത്തിൽ വേണം. ആ ഗുണം ഭാര്യ അനുഭവിക്കണം, ഭർത്താവ് അനുഭവിക്കണം, കുടുംബക്കാരനുഭവിക്കണം. ഒരു സത്യവിശ്വാസി മറ്റുള്ളവർക്ക് തണലാകും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളെയും ഇണകളെയും മാതാപിതാക്കളെയും റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.